ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും തനൂസിൻ്റെ ചെറിയ വലിയ ലോകത്തേക്ക് സ്വാഗതം. തനൂസ് വേൾഡിൽ നമുക്കിന്നൊരു ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പൊട്ടറ്റോ ആദ്യം എടുത്തിട്ടുണ്ട്. 2 പൊട്ടറ്റോ ആണ് കേട്ടോ, ഒന്നല്ല 2 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അതൊന്ന് തൊലി കളഞ്ഞ് എടുക്കുകയാണ്. ഓക്കെ, എന്നിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് നമുക്കെടുക്കാം. ഞാനിത് ഇവിടെ പൊട്ടറ്റോ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ കഴിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ, വാങ്ങിച്ചിട്ടുള്ളവർ കഴിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ അത് ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് വളരെ നീളത്തിൽ അരിഞ്ഞെടുക്കുകയാണ്. ഓക്കെ, നമുക്കത് വേഗത്തിൽ തന്നെ അരിഞ്ഞെടുത്ത് സെറ്റാക്കി വെച്ചേക്കാം. ഞാനെല്ലാം സെറ്റാക്കി എടുത്ത് വെച്ചു കേട്ടോ. ഇനി ഇതിൽ കടയിൽ നിന്ന് എങ്ങനെയാണെന്നറിയില്ല, പുറത്തുനിന്ന് നമ്മൾ ഓരോന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുമ്പോൾ പലതരം സാധനങ്ങളായിരിക്കുമല്ലോ മിക്സ് ചെയ്തിട്ടുണ്ടാവുക. അതായത് ഞാനിവിടെ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചേക്കാണ്. അപ്പോൾ ഇതിലെന്താ ചേർക്കുന്നതെന്ന് പറയട്ടെ. നമ്മൾ നൂഡിൽസ് വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന പാക്കറ്റ്, ഇപ്പോൾ ഞാൻ മാഗി നൂഡിൽസ് വാങ്ങിച്ചപ്പോൾ കിട്ടിയ മസാലയാണ് ചേർക്കുന്നത്. കുറച്ച് മാത്രം മതി കേട്ടോ, കുറച്ച് മസാല ചേർത്ത് കൊടുക്കുക. ഒരല്പം ഉപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കാം. റെസ്റ്റ് ചെയ്യണമെന്ന് വെക്കണം എന്നില്ല. ഞാനിത് ഇപ്പോൾ ചെയ്യുന്നത് എയർ ഫ്രയറിലാണ്. നമുക്ക് എണ്ണയിലും വറുത്ത് കോരി എടുക്കാം. അപ്പോൾ ഞാൻ എയർ ഫ്രയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ടൈമർ സെറ്റ് ചെയ്തിട്ട് ഇടയ്ക്ക് ഞാൻ കാണിച്ചു തരാം. ഒരു കാര്യം പറഞ്ഞോട്ടെ, എയർ ഫ്രയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എണ്ണയിൽ വറുത്ത് കോരി എടുക്കുന്നതിൻ്റെ അത്ര എണ്ണ നമുക്ക് വേണ്ടി വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് അത്രയും എണ്ണ പോകുന്നില്ല. പിന്നെ അൺഹെൽത്തി ആണ് കൂടുതലും നമ്മൾ എണ്ണയിൽ വറുത്തെടുക്കുന്നതെന്ന് പറയാം. അപ്പം എയർ ഫ്രയറിൽ ചെയ്തെടുക്കുമ്പം എണ്ണ കുറച്ച് മതി. അപ്പോൾ കുറച്ച് ഹെൽത്തി ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എണ്ണ ചേർക്കുന്നില്ല എന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. എയർ ഫ്രയറിലാണെങ്കിലും ഞാൻ കുറച്ച് എണ്ണ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് എണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഒരു ഗുണം നമുക്ക് ആ ഒരു എണ്ണയിൽ വറുക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് കൂടി കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തെങ്കിലും കുറച്ച് എണ്ണ കൂടി സ്പ്രേ ചെയ്ത് കൊടുത്തു. എന്നിട്ടത് ടൈം സെറ്റ് ചെയ്ത് ഞാൻ ഓൺ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ ടൈം സെറ്റ് ചെയ്തിരിക്കുന്നത് 15 മിനിറ്റത്തേക്കാണ്. ഒരു 200 ഡിഗ്രി സെൽഷ്യസിലാണ് ടെമ്പറേച്ചർ വെച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഫ്രയറിലല്ലാതെ എണ്ണയിൽ വറുത്ത് കോരുന്നവർ അതിൻ്റെ പാകം നോക്കി വറുത്ത് കോരുക. ഞാൻ കുറച്ച് ക്രിസ്പി പരുവത്തിലാണ് ഇതൊന്ന് വറുത്ത് കോരി എടുക്കുന്നത്. ഇടയ്ക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് അതൊന്ന് ഇളക്കി തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. 2-3 പ്രാവശ്യം ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കുക. ഓക്കെ, ഇതിപ്പോൾ സംഗതി റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഞാൻ വറുത്തെടുത്ത് വെച്ചിരിക്കുന്നത്. കൂട്ടത്തിൽ നമുക്കൊരു എന്താ പറയുക, ടൊമാറ്റോ സോസ് കൂടെ ഉണ്ടെങ്കിൽ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഉറപ്പായും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.